സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് നമ്മളോട് ഇപ്പോൾ കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു സംശയമാണ്, സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിഷൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദൃശ്യം ലൈക്കും കൂടി ചെയ്തതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാട്സപ്പ് ചാനലോട് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത. +2 സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ result.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ഫലം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ, സേ ഓർ ഇംപ്രൂവ്മെന്റ് മോഡുലർ എക്സാമിനേഷൻ, സേ ഓർ ഇംപ്രൂവ്മെന്റ് NFQF എക്സാമിനേഷൻ എന്നിങ്ങനെ 3 തരത്തിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ സേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, പബ്ലിഷ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം 12 മിനിറ്റ് മുമ്പൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾ നമ്മുടെ ചോദ്യമാണ്, സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ പറയാനുള്ളത്, മുന്നൊരു 2 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എന്തായിരുന്നു, നമ്മൾക്ക് ഈ റിസൾട്ടൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത് Kerala-Results.nic.in എന്ന വെബ്സൈറ്റ് ആയിരുന്നു. Kerala-Results.nic.in എന്നൊരു വെബ്സൈറ്റിലായിരുന്നു പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ ആ സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ വൈസ് റിസൾട്ട് നമുക്ക് ഇപ്പം നിങ്ങളുടെ ഒരു സ്കൂൾ കോഡ് കാണും, ഒരു 5 അക്കമുള്ള സ്കൂൾ കോഡാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്കൂൾ കോഡാണ്, ഒരു 5 അക്കമുള്ള, ഇതൊരു ജസ്റ്റ് ഒരു നമ്പറാണ്. ഇതേപോലെ ഒരു 5 അക്കമുള്ളൊരു സ്കൂൾ കോഡ് കാണും. ആ സ്കൂൾ കോഡ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഏത് സ്കൂളിലെയും നിങ്ങളുടെ സ്കൂളിലെ സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വേറെ ഏത് സ്കൂളിലെ റിസൾട്ടും നിഷ്പ്രയാസം ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു രീതി 2 വർഷം മുൻപ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിലേക്ക്, അത് result.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് റിസൾട്ട് മാറ്റിയതോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ സ്കൂൾ റിസൾട്ട് എടുക്കാൻ പറ്റില്ല. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല, വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന രീതി എടുത്തു കളഞ്ഞു. അത് വിദ്യാർത്ഥികളുടെ സുരക്ഷ, വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വിദ്യാർത്ഥികളുടെ സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കുന്ന ഓപ്ഷൻ എടുത്തു കളഞ്ഞു. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അതായത് ആ വിദ്യാർത്ഥിക്കല്ലാതെ മറ്റൊരാൾക്ക് തൻ്റെ റിസൾട്ട് കിട്ടരുത് എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്കും സാധാരണ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ സ്കൂളുകൾക്ക് ചെക്ക് ചെയ്യാം. അതായത് ഈ വെബ്സൈറ്റിൽ തന്നെ പ്രിൻസിപ്പൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വെബ്സൈറ്റിൽ തന്നെ പ്രിൻസിപ്പൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രിൻസിപ്പൽ ലോഗിൻ വഴി നിങ്ങളുടെ സ്കൂളുകൾ അവരുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റും. അവർക്ക് ഡൗൺലോഡ് സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ സ്കൂളുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് എടുക്കാൻ പറ്റും. അവിടെ പ്രിൻസിപ്പൽ ലോഗിനിൽ കയറിയിട്ട് അവർക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളുകാർക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബേസിൽ എന്ത് ചെയ്യാൻ സാധിക്കും, സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു വിദ്യാർത്ഥികൾക്കോ സാധാരണ വ്യക്തികൾക്കോ സ്കൂൾ വൈസ് റിസൾട്ട് എടുക്കാൻ സാധിക്കില്ല. ആ സിസ്റ്റം ലോക്ക്ഡ് ആണ്. അതായത് വിദ്യാർത്ഥികൾക്കും സാധാരണ വ്യക്തികൾക്കും സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടില്ല. സ്കൂളുകൾക്ക് മാത്രമാണ് സ്കൂൾ വൈസ് റിസൾട്ട് കിട്ടുകയുള്ളൂ. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വ്യക്തിഗത റിസൾട്ടുകൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. മറ്റൊരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അവൻ്റെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കയ്യിൽ വേണം, അല്ലെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ, മൈ നെയിം ഇസ് Kriya, the founder of Kriya for Tech, the career guide, and thanks for watching. Bye.